അവസാനിപ്പിച്ചുവെന്ന് അയാൾ കട്ടായം പറയണം. അപ്പോൾ മാത്രം അർജന്റീനക്കാരുടെ ഒരു കാലവും കാത്തിരിപ്പും അവസാനിക്കും. സ്കലോണി പുതിയ പ്ലാൻ നോക്കും. അയാൾ നോ പറയാത്തതുവരെ കഥ തുടരും. മെസ്സിയെക്കുറിച്ചാണ്. ഒരു ലോകകപ്പ് കൂടി വരുന്നു. അയാൾ ഇപ്പോഴും ഗ്രൗണ്ടിൽ തന്നെയുണ്ട്. ചലനങ്ങളിൽ, കുതിപ്പിൽ, ഒഴുക്കിൽ, ഗോൾ വലഭേദ്യങ്ങളിൽ ഒന്നിലും ഒരു മങ്ങലുമില്ല. എങ്കിൽ പിന്നെ 2026 ലോകകപ്പും ലിയോണൽ മെസ്സിയുടെ പേരിൽ തന്നെ എഴുതി വെക്കപ്പെടേണ്ടി വരുമോ? സ്വാഗതം സേഫ് സോണിലേക്ക്. ഈ ചിത്രങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. (2024) കോപ്പ അമേരിക്കയുടെ കലാശപ്പോരാണ്. സർവവിധ ശാപമോക്ഷവും തീർത്ത് ലോകകപ്പും കൊപ്പയും നേടി സർവാധികാര വിഭൂഷിതനായി വാഴുന്നവനാണെന്ന് ഓർക്കണം. 66-ാം മിനിറ്റിൽ ഒട്ടും വയ്യാണ്ടായപ്പോൾ മാത്രം സ്കലോണി തിരിച്ചു വിളിച്ചതാണ്. ഏങ്ങി ഏങ്ങി കരയുന്നു. ഉപ്പൂറ്റി ഉളക്കി പിടഞ്ഞതിൻ്റെ ആവണമെന്നാണ് ഒറ്റനോട്ടത്തിൽ തോന്നിയത്. എന്നാൽ അങ്ങനെയല്ല. കളി മുഴുമിപ്പിക്കാതെ, ടീമിന് ജയമുറപ്പിക്കാനാകാതെ തിരികെ കയറേണ്ടി വന്നതിൻ്റെ പിടച്ചിലാണ്. അവസാനം അധിക സമയത്ത് വിജയ ഗോളിലേക്ക് ലൗതാരോ മാർട്ടിനസ് കുതിക്കുമ്പോൾ വേച്ചു പിടയുന്ന കാലുവലിച്ച് ആരവങ്ങളിലേക്ക് കുതിക്കുന്നൊരു രംഗമുണ്ട്. ഒടുക്കമില്ലാത്ത ദാഹത്തിൻ്റെയും അഭിനിവേശത്തിൻ്റെയും മറ്റൊരു ഉദാഹരണം മാത്രം. അധികാരം നിലനിർത്തൽ മാത്രമായിരുന്നു ആ കോപ്പയുടെ പ്രത്യക്ഷമായ ലക്ഷ്യമെന്നോർക്കണം. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത പോരാട്ടവീര്യത്തോടെയാണ് തുടർച്ചയായ 2ാം കോപ്പയിൽ അന്ന് മുത്തമിട്ടതെങ്കിൽ ഇന്നെന്താണ് അയാളുടെ ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് മെസ്സിയുടെ മനസ്സ്? ജയവും കപ്പും മാത്രമല്ല, കാണിയുടെ മനസ്സ് നിറക്കൽ കൂടിയാണ് ഒരു പന്തുകളിക്കാരൻ്റെ ഉന്നമെന്ന് പണ്ട് ഡീഗോ പറഞ്ഞിട്ടുണ്ട്. ലിയോണൽ മെസ്സിക്ക് പക്ഷേ അതിനുമപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. ജയവും നേട്ടവും കാണിയുടെ മനസ്സും അംഗീകാരങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് വെള്ളവര കടന്നാൽ അയാൾ മറ്റൊരു മായിക ലോകത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ അയാളെ നയിക്കുന്ന ബോധ്യവും വിശ്വാസവും വിധിയും അയാൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒന്നാണ്. ചുറ്റുമുള്ള ലോകത്തിന് ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത അസാധാരണത്വം. 2017 തുടർച്ചയായ 2ാം കോപ്പയും കപ്പിനരികെ കൈവിട്ടപ്പോൾ എല്ലാം അവസാനിപ്പിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കളം വിട്ടയാൾ പിന്നീട് എന്ത് ബോധ്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ പുറത്താണ് തിരിച്ചു വന്നത്? മെഷറാനോയും ഹിഗ്വൈനും അഗ്യൂറോയും ബനേഗയും ഒക്കെ നിരാശരായി കളം വിട്ടപ്പോഴും എന്തുറപ്പിൻ്റെ പുറത്താണ് അയാൾ മാത്രം തുടർന്നത്? 2022 ഒറ്റ യോഗ്യതാ മത്സരങ്ങൾ പോലും കളിക്കാത്ത എൻസോ ഫെർണാണ്ടസിനും മെക്കാലിസ്റ്ററിനും ഹ്യൂലിൻ അൽവാരസിനുമൊപ്പം കളിക്കാനിറങ്ങുമ്പോഴും അയാളെ നിലത്തുറപ്പിച്ചു നിർത്തിയ വിശ്വാസം എന്താണ്? പ്രത്യാശ എന്താണ്? കാലത്തിനുത്തരമില്ലാത്ത പ്രഹേളികയാണത്. എല്ലാം കഴിഞ്ഞു, മോഹിച്ചതെല്ലാം നേടി, പക്ഷേ അവസാനിപ്പിക്കാറായിട്ടില്ല എന്ന് അയാൾക്ക് തോന്നുന്നുവെങ്കിൽ, ഒരംഗത്തിന് കൂടി കച്ചമുറക്കുന്നുവെങ്കിൽ മെസ്സിയെ നയിക്കുന്ന വിശ്വാസങ്ങൾ എന്താണ്? അതേ എൻസോയും മെക്കാലിസ്റ്ററും ഹ്യൂലിയനുമൊക്കെ പരിചയസമ്പത്തിൻ്റെ മൂശയിൽ കുറെ കൂടി രാഗി മിനുക്കിയെടുത്ത് ലോക ചാമ്പ്യന്മാരുടെ പകിട്ടിലും പളപ്പിലും ഒരിക്കൽ കൂടി വരുമ്പോൾ ചുമ്മാ ഒപ്പം കൂടിക്കൊടുത്താൽ മതിയാകും എന്നതായിരിക്കുമോ? എല്ലാ വിശ്വാസങ്ങളും പരാജയപ്പെടുമ്പോഴും കാഴ്ച മങ്ങുമ്പോഴും ഇടറി വീഴാതിരിക്കാനുള്ള അവസാനത്തെ പ്രേരണയായി വരയ്ക്ക് പുറത്ത് നങ്കൂരമിട്ട സ്കലോണിയൻ സാന്നിധ്യമായിരിക്കുമോ? ആത്മവിശ്വാസത്തിൻ്റെ നിഴലാട്ടങ്ങളായി പിറകിൽ തന്നെ തുടരുന്ന 3 രൂപങ്ങൾ ഐമറും അയാളയും സാമുബലുമായിരിക്കുമോ? എല്ലാറ്റിനുമപ്പുറം ഇനിയും ഇടറാത്തൊരു ഇടങ്കാലായിരിക്കുമോ? ഏതാണെന്ന് ഉറപ്പില്ല. പക്ഷെ മെസ്സി അടുത്ത ലോകകപ്പിന് തയ്യാറാണ്. മിയാമിയുടെ കുപ്പായത്തിൽ അയാൾ അതിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഫുട്ബോൾ ലോകത്തിന് അതിനേക്കാൾ വലിയ സന്തോഷ വർത്തമാനം മറ്റെന്തുണ്ട്? ദൈവികം എന്നൊറ്റ വാക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ദൈവം അനുഗ്രഹിച്ചു വിട്ട കളിക്കാൻ നമ്മൾ പറയുന്നത് മെസ്സിഹ. ശരിക്കും അത് യാഥാർത്ഥ്യമായി. അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി നമുക്കറിയാം. അദ്ദേഹം കളിച്ച് തുടങ്ങിയ കാലത്ത് അദ്ദേഹത്തിന് ശാരീരികമായ അവശതകൾ ഓവർകം ചെയ്തുകൊണ്ട് വന്ന ഒരു കളിക്കാരൻ. അദ്ദേഹം ഫിസിക്കലി ഒരു യൂറോപ്യൻ താരത്തിൻ്റെ അത്ര ഒരു എന്താ പറയുക സ്ട്രെങ്തോ അല്ലെങ്കിൽ ആ ഒരു സ്പീഡോ ഒന്നും കാണാത്തിടത്തുനിന്ന് ഇത്രയും മനോഹരമായ ഒരു ഫുട്ബോൾ കളിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരണമെങ്കിൽ അതിന് ദൈവികം എന്ന ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. കാര്യം അദ്ദേഹത്തിന് അതിനോളം അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗെയിമിനായിരുന്നാലും കളിക്കാൻ നമുക്കറിയാം. വൈകാരികമായിട്ട് അന്ന് കോപ്പ അമേരിക്കയിൽ നിന്ന് അദ്ദേഹം ഇനി ഞാൻ കളിക്കാനില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ലോകം ഞെട്ടിയതാണ്. കാരണം അദ്ദേഹത്തിന് ഇനിയും കളിക്കാൻ സമയമുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇത്രയും സീനിയറായിട്ട് അദ്ദേഹം കപ്പ് നേടിയതിനോടൊപ്പം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിയപ്പോൾ തന്നെ നമ്മൾ ഒരു റിട്ടയർമെൻറ്റ് പ്രതീക്ഷിച്ചതാണ്.
എന്നിട്ടും അദ്ദേഹം ഈ വേൾഡ് കപ്പിന് നിൽക്കണമെങ്കിൽ 2 കാരണമാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, അർജൻറ്റീന അതേ നിലവാരത്തിൽ കളിക്കുന്നു, ഇന്ന് കൂടുതൽ യുവതാരങ്ങൾ വരുന്നു, അർജൻറ്റീനയുടെ പെർഫോമൻസ് നിലനിൽക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കപ്പ് കൂടെ നേടി അതിനൊപ്പം തന്നെ ഗോൾ സ്കോറിംഗ് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലുണ്ട്. മെസ്സി ഇല്ലാത്ത പല പ്ലാനുകളും കഴിഞ്ഞ ലോകകപ്പിന് ശേഷം സ്കലോണി പരീക്ഷിച്ചിട്ടുണ്ട്. ഒന്നും പരാജയപ്പെട്ടിട്ടുമില്ല. കൊള്ളാവുന്ന പുതിയ പിള്ളേരും വന്നിട്ടുണ്ട്. പക്ഷേ എൻസോയും മെക്കാലിസ്റ്ററും ഡിപ്പോളും അടങ്ങുന്ന മധ്യനിര വിശ്വാസത്തെ പൊളിക്കാൻ സ്കലോണി മെനക്കെടില്ല. അതിനൊട്ട് സമയവുമായിട്ടില്ല. പിറകിലും വശങ്ങളിലുമൊക്കെ മെസ്സിക്ക് മനസ്സിലാകുന്ന ലൈനുകൾ തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് ആ ബിന്ദുവിലേക്ക് ചുരുങ്ങുകയും അവിടെ ചെന്ന് പിരിഞ്ഞു പോകുന്നതുമാണ് സ്കലോണിയൻ യുദ്ധമുഖത്തെ ആത്യന്തിക പ്ലാൻ. അല്ലെങ്കിൽ പിന്നെ അവസാനിപ്പിച്ചുവെന്ന് അയാൾ കട്ടായം പറയണം. അപ്പോൾ മാത്രം അർജന്റീനക്കാരുടെ ഒരു കാലവും കാത്തിരിപ്പും അവസാനിക്കും. സ്കലോണി പുതിയ പ്ലാൻ നോക്കും. അയാൾ നോ പറയാത്തതുവരെ കഥ തുടരും.